ഗായ്സ് വാഴ 2 കണ്ടു. എൻ്റെ മോനെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ടിക്കറ്റ് പോയി ബുക്ക് ചെയ്തു, ടിക്കറ്റ് ഇട്ടില്ല. അമ്മാതിരി സെറ്റ് സിനിമ എന്ന് പറഞ്ഞാൽ സെറ്റ് സിനിമ, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് പറയണോ സെക്കൻഡ് ഹാഫ് പറയണോ, അതായത് ഫസ്റ്റ് ഹാഫ് ഒരു ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് ഹൈപ്പ് അങ്ങ് അടിച്ച് കയറും. അതായത് നമ്മൾ റീലൊക്കെ കാണാൻ കാശുണ്ടല്ലോ, നമ്മൾ ചിരിച്ച് ആക്കി ഇത്താവും. അമ്മാതിരി സീനൊക്കെ എടുത്ത് വെച്ചേക്കണം. നല്ല അടിപൊളി ഒരു സിനിമയാണ് ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നേരി തിരിയും. അതായത് സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ടച്ചിങ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കണക്റ്റ് ആയി പോകും. നമുക്ക് അങ്ങോട്ട് ഓരോ സീനൊക്കെ വരുമ്പോഴുണ്ടല്ലോ, നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അവസ്ഥയാവും. അമ്മാതിരി രീതിയിൽ ഇമോഷണൽ ടച്ചിങ് വരുന്ന രീതിയിലാണ് ഒരു സിനിമ എടുത്ത് വെച്ചേക്കണം. എന്തായാലും ഒരു വട്ടമെങ്കിലും അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാര്യം അത്രക്ക് അടിപൊളി സിനിമയാണ്. എന്തായാലും നമ്മളൊരു വട്ടം എടുത്ത് പോയി കണ്ടുകഴിഞ്ഞ് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. കാര്യം 100% വർത്തായിട്ടുള്ള ഒരു സിനിമ. ഹാഷിറായാലും അജിനായാലും അലനായാലും വിനായക എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ്. ഒരുപാട് ഈ പറഞ്ഞ സെലിബ്രിറ്റീസും കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട് അതിൽ. പ്രത്യേകിച്ച് നമ്മുടെ അൽഫോൺസ് പുത്രനൊക്കെ ഒരു എൻ്റെ തെയ്യൊന്ന് കൊടുത്ത സിനിമയാണ്. പൊള്ളി സിനിമ എന്ന് വെച്ചാൽ പൊള്ളി സിനിമ, ഒരു രക്ഷയില്ല. സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു. റിവ്യൂ പറയുകയാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 10ൽ 10 റേറ്റിംഗ് തന്നെ കൊടുക്കാൻ പറ്റിയ സിനിമയാണ്. എന്തായാലും എല്ലാവരും പോയി കാണണം, നല്ലൊരു സിനിമയാണ്. ഈ കണ്ടന്റ് ക്രിയേറ്റർമാരെ കൊണ്ട് എടുത്തൊരു സിനിമ കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലല്ല, അതിനേക്കാളും മേലൊരു ലെവൽ ഈ സിനിമ കിട്ടിയിട്ടുണ്ട്. എത്രയും വേഗം പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ഇപ്പം തീരും. ഇപ്പം ഇന്നത്തെ ഒരു ദിവസം കൂടി കിട്ടുമായിരിക്കും. ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ടിക്കറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വേഗം ബുക്ക് ചെയ്തു. നല്ല സെറ്റ് സിനിമയാണ്, ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്, അടിപൊളി സിനിമയാണ്. പിന്നെയും പറയുന്ന അടിപൊളി സിനിമയാണ്. എന്തായാലും കണ്ടോ. ഓരോ സീനൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അത്രക്ക് അതാവും. അതായത് ലാസ്റ്റ് ചില സീനുകളൊക്കെ ഉണ്ട്, നമുക്ക് ഇമോഷണൽ കണക്റ്റിംഗ് എന്ന് പറഞ്ഞുണ്ടല്ലോ, വേറെ ലെവൽ ഇമോഷണൽ കണക്റ്റിംഗ് ആയി പോകും. ഫസ്റ്റ് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റൊക്കെ നമുക്ക് നമ്മൾ ചിരിച്ച് നമ്മളൊരു വഴിയാവും. ഫസ്റ്റ് ഓഫ് ഓൾ ചിരിച്ച് വഴിയായി നമ്മൾ അപ്പോൾ ആ ഒരു ലെവൽ ഇങ്ങനെ ഹൈപ്പ് അങ്ങോട്ട് കയറ്റി നിർത്തും നമ്മളെ ഫസ്റ്റ് ലെവലിൽ. എന്നിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരും. സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ കളി അങ്ങോട്ട് മാറും മോനെ. വേറെ കാര്യങ്ങളൊക്കെ കാണിക്കണം. അതിൽ കാണിച്ച് വന്ന് ലാസ്റ്റ് നമുക്ക് ഇമോഷണൽ ടച്ചിങ്. അത് ഫസ്റ്റ് ഹാഫായിട്ട് അവന്മാർ ജോയിൻ ചെയ്തെടുക്കും കുറേ സീനൊക്കെ. അതുപോലെ തന്നെ പഴയ കുറേ സീനുകളൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യും, കുറേ സിനിമകളായിട്ട് ജോയിൻ ചെയ്യും. അതെല്ലാം കണക്റ്റായി, എല്ലാം പക്ക വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുകയാണെങ്കിൽ അൽഫോൺസ് പുത്രനൊക്കെ വന്നിട്ട് ഒരു ചെറിയ സീനൊക്കെ ഉണ്ട്, ചെറിയ സീനല്ല കുറച്ച് സീനൊക്കെ ഉണ്ട്, അതൊക്കെ വെറുതെ അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റ് കുറേ ഈ പറഞ്ഞ പോലെ ലാസ്റ്റത്തെ കുറേ സീനുകളൊക്കെ ഉണ്ട്. ഇവന്മാർ ഫസ്റ്റായിട്ട്, അതായത് ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് വാഴ 1 ഒരു കണക്റ്റിംഗ് ഒക്കെ കൊടുക്കും. എൻ്റെ പൊന്നോ, അതൊക്കെ വെറുതെ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ്. സെറ്റ് പടമാണ്. എന്തായാലും പോയി കണ്ടോ, 100% വർത്താണ്. ഇപ്പം തന്നെ പറയുകയാണ്, വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തോ, വേഗം ബുക്ക് 100% അടിപൊളി സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നാം. ആർക്കും ഇഷ്ടപ്പെടേണ്ട വരില്ല, കാര്യം അത്രയ്ക്ക് അടിപൊളി സിനിമയാണ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ കണ്ടിരുന്ന് പോകും, നമ്മൾ ടൈം പോണ പോലും അറിയില്ല, അത്രയ്ക്ക് സിനിമ. നമ്മൾ ഫസ്റ്റ് ഹാഫ് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ അതിൽ ഹാഫ് ടൈം ഇല്ലേ, അത് ഇന്റർവെൽ ഇല്ലെന്നൊരു ആ രീതിക്ക് സിനിമ പോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വേറൊരു ലെവലിലേക്ക് പോകും സിനിമ. എന്തായാലും റിവ്യൂ കൊടുക്കാൻ പറഞ്ഞാൽ 10ൽ 10 തന്നെ റിവ്യൂ കൊടുക്കേണ്ടി വരും. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അവന്മാർ സിനിമ എടുത്ത് വെച്ചേക്കണം. വെരി നൈസ് ഫിലിമാണ്. പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷിറായാലും ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിൻ്റെ അകത്ത് ഓരോ ചെറിയ റോളായിട്ടും ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും പക്കയായിട്ടാണ് ഇതേക്കണം. ഒന്നും പറയാനില്ല, വെറുതെ വേറെ ലെവൽ പടം. വേഗം പോയി കണ്ടു.